ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിതാ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി ഇലയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇലയുടെ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ അല്ലാത്തവർക്കൊക്കെ ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ശരിക്കും നമ്മൾ ഈ അട കഴിക്കുമ്പോൾ മൈലാഞ്ചിട്ട കൈകൊണ്ട് കഴിക്കണം എന്നാണ് പൊതുവേ ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് പറയാറ്. അപ്പോൾ നമ്മളിത് പൊതുവേ പെരുന്നാളിൻ്റെ തലേ ദിവസമൊക്കെ ഉണ്ടാക്കിയിട്ട് പെരുന്നാൾക്ക് രാവിലെ ചായക്കൊക്കെ നമ്മൾ ഇത് കൂട്ടിയിട്ടാണ് കഴിക്കാറ്. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഈ ഒരു ഇലയുടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 2 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 2 തേങ്ങ ഒന്ന് ചിരകിയെടുത്താണ്. പിന്നെ അതാ നമ്മൾ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കാം. അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഏലക്കാപ്പൊടി. പിന്നെ ഇത് നമ്മൾ അരി അരച്ചെടുത്തതാണ്. അരി അരച്ചിട്ടൊന്ന് വാട്ടി വെച്ചിട്ടുള്ളതാണ്. പിന്നെ അത് ആവശ്യത്തിനുള്ള ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തേങ്ങയിലോട്ട് ആദ്യം ഏലക്കായും ശർക്കരയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്താ നമ്മുടെ തേങ്ങയും ഏലക്കാപ്പൊടിയും ശർക്കരയും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ച മാവ് എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കുഴക്കാം. അപ്പോൾ ഈ മാവ് കുഴക്കുന്ന വീഡിയോ ഞാൻ ആദ്യം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതെൻ്റെ അടുത്തുനിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പുഴുങ്ങലരി എടുക്കുന്നതാണ് നല്ലത്. പുഴുങ്ങലരി വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നന്നായിട്ട് പിന്നെ ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് മാവൊക്കെ വാട്ടുന്ന പോലെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആവും ഇത് കഴിക്കാൻ. പുഴുങ്ങലരി കൊണ്ട് ഉണ്ടാക്കുന്ന അടയാണ് ഏറ്റവും ടേസ്റ്റായിട്ട് വരിക. നമ്മൾ മിക്സിയിൽ അരക്കുന്നതിനേക്കാളും നല്ലത് അമ്മിയിൽ അരച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അതിനേക്കാൾ ടേസ്റ്റ് ആവും. എന്നിട്ട് ഇതാ നമ്മൾ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ഇലയിൽ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് അതിലോട്ട് നമ്മൾ ഈ തേങ്ങയുടെ മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങയുടെ മിക്സ് ഫില്ല് ചെയ്തതിന് ശേഷം ഇല ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ഇലയിലൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇലയിലൊക്കെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേവിക്കാനായിട്ട് നമ്മൾ പുറത്ത് അടുപ്പിൽ വലിയ ചെമ്പിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. പിന്നെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് സാധനവും നമ്മൾ പുറത്ത് അടുപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ വിറകടുപ്പിൽ കത്തിച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു ചെമ്പിൽ നമ്മൾ കുലച്ചിൽ എല്ലാവരും എന്താ ഇതിന് പറയാമെന്നറിയില്ല. നമ്മൾ തേങ്ങയുടെ ആ സംഭവമില്ലേ അത് ചെമ്പിലോട്ട് ഇറക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അതല്ല നമുക്ക് കുക്കറിലാണ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിൽ വെള്ളം വെച്ചിട്ട് കുക്കറിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു തട്ട് വെക്കുക. ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ തട്ടിലോട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ തട്ട് വെച്ചിട്ട് അതിലോട്ട് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് കുക്കറിൻ്റെ വിസിൽ ഊരിയിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് നമ്മളൊരു 15 മിനിറ്റ് വരെ മതിയാകും. നമ്മൾ 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ആയിട്ടില്ല വെച്ചാൽ ഒരു 5 മിനിറ്റ് കൂടെ വെച്ചാൽ മതി.
അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെമ്പിൽ വെച്ചിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് നമുക്ക് ധൈര്യത്തോടെ കഴിക്കാം, കാരണം നമ്മൾ എണ്ണ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നല്ല ഹെൽത്തിയാണ് ഇത് കഴിക്കാനായിട്ടും, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതാ നമ്മുടെ ചെമ്പിൽ വെച്ചതാവട്ടെ ഏറ്റവും ടേസ്റ്റ് ആയിട്ട് വരിക, അത് ഷുവറാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ അതാ നമ്മുടെ കുക്കറിൽ വെച്ചത് റെഡി ആയിട്ടുണ്ട്. കുക്കറിൽ വെച്ചത് ടേസ്റ്റ് ഇല്ല എന്നല്ല കേട്ടോ പറഞ്ഞത്, കുക്കറിൽ വെച്ചത് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ശർക്കരയും ആ തേങ്ങയുടെ ശർക്കരയും ഒക്കെ കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ആ പത്തിരിയിലോട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വിറകടുപ്പിൽ മാക്സിമം ട്രൈ ചെയ്യുക, അതാവും കൂടുതൽ ടേസ്റ്റ് എന്ന് പറയാം. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ഉപയോഗിക്കാതെ ഉണ്ടാക്കിയത് കൊണ്ട് ധൈര്യത്തോടെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അതാ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.